ഇത് കോൺഗ്രസിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയമാണ്. CA വിരുദ്ധമാണ് കോൺഗ്രസിന്റെ നിലപാട്. അത് പിന്നീട് എഴുതി വെച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്നതാണ് ചോദ്യം. അല്ല, കോൺഗ്രസ് ഇപ്പോഴും ചെയ്യുന്നത് നാളെ BJP-യിലേക്ക് പോവേണ്ടവരാണല്ലോ. അപ്പൊ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള നയത്തോടൊപ്പം ചേർന്ന് നിൽക്കല്ലാതെ മറ്റൊരു വഴിയും ഈ പറയുന്ന ബ്രിജേഷിന്റെ പാർട്ടിക്കില്ല. ഞാൻ പറയട്ടെ ബ്രിജേഷേ, ഞാൻ പറയട്ടെ, എന്തിനാ അസ്വസ്ഥത, എന്തിനു പറയുന്നു? നമ്മളെവിടെയും പോണ്ട. ഗാർഗയോട് ചോദ്യം ചോദിച്ചപ്പോ രാത്രി പറയാന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് ഉറങ്ങാൻ പോയിട്ട് ഇതുവരെ നേരം പുലർന്നില്ലല്ലോ നിങ്ങളുടെ പ്രസിഡന്റിന്. മൂന്നാമത്തെ കാര്യം, ഈ മണ്ഡലത്തിലെ ഉണ്ണിച്ച എന്ന് വിളിക്കുന്ന ഈ കാസർഗോഡ് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സ്ഥാനാർത്ഥിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോ ആ മാധ്യമ പ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിച്ചത് UDF-ന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാ. അതാ നിങ്ങളുടെ നിലപാട്. അത് കൃത്യമായ രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായി. എന്താണ് കാരണം? CAA കാരണം ചോദിച്ചപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ മറുപടി ദേശീയ തലത്തിലുള്ള തീരുമാനം ദേശീയ നേതാക്കൾ ഇപ്പോൾ പറയും എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചോദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ നേരിട്ട് കാണാത്ത വിഷയമാണ്. അത് കൈരളി TV ചാനലുകാരോട് ചോദിച്ചു എന്ന് പറയുന്നു. ഞങ്ങൾ അറിയില്ല. 2, അത് അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് ഞങ്ങൾ ഇവിടെ പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞു. വർഗീയവാദിയാണെന്ന നിലപാടുള്ള MP-ക്ക് എങ്ങനെയാണ് പാർലമെന്റിൽ പോയി ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ കഴിയുക? സാർ, കേരളത്തിലെ ഇന്ത്യയിലെ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നേതാവ് ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. കൊണ്ടാണ് അതിന് മറുപടി പറയാൻ വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറ്റാത്തത്. നട്ടലില്ല, മറുപടി പറയണം. ഇന്ത്യൻ പാർലമെന്റിൽ CAA ചർച്ച വന്നപ്പോ അനങ്ങാണ്ട് മിണ്ടാതിരുന്ന് എഴുന്നേറ്റ് പോയി ആരിഫാണോ ഇവിടെ ഇടതുപക്ഷത്തില് ആരിഫ് എം പി മാത്രല്ല ബ്രിജേഷ് മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഞാൻ പറയട്ടെ ആരിഫ് മാത്രമേ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ആരിഫ് വോട്ട് ചെയ്യാൻ മാത്രമല്ല, ആ പാർലമെന്റിലെ വരുന്നില്ലല്ലോ. എവിടുന്നാ വരുന്നത്? ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങള് ഏത് ഇന്ത്യൻ പാർലമെന്റിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ സംസ്ഥാന ഗവൺമെന്റിൽ നടപ്പിലാക്കാൻ ഒരു നിമിഷം നമുക്കതിനകത്തൊരു ക്ലാരിറ്റി വരുത്താം. ഒറ്റ കാര്യമേ ഉള്ളൂ, ആരിഫും അതിൽ വോട്ട് ചെയ്തു, രാജ്മോഹൻ ഉണ്ണിത്താനും ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്തു. അതായത് CAA വിഷയത്തിൽ ആരിഫ് ബോയ്ക്കോട്ട് ചെയ്തിട്ടില്ല, രാജ്മോഹൻ ഉണ്ണിത്താനും ബോയ്ക്കോട്ട് ചെയ്തിട്ടില്ല. അതാണ് വസ്തുത. പക്ഷേ നമ്മുടെ ചോദ്യം അതായിരുന്നില്ല. ആ കാര്യം MP-യെ ഓർമ്മിപ്പിക്കുമ്പോൾ MP അവരെ തീവ്രവാദി എന്നും വർഗീയവാദി എന്നും വിളിക്കുന്നത് ശരിയല്ല. അത് അങ്ങ് തന്നെ സമ്മതിച്ചു. ശരിയല്ലേ? ശരി ദിവ്യ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഇതിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം ഈ കോൺഗ്രസ്സുകാർ CAA കുറിച്ച് എന്ത് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ CAA അല്ല, പകരം കോൺഗ്രസിനെ ന്യൂനപക്ഷത്തിന്റെ മുന്നിൽ ഇകഴ്ത്തി കാണിക്കണം. അവരുടെ വോട്ട് ബാങ്കിലേക്ക് നിങ്ങൾ കുറുക്കിനെ പോലെ കണ്ണും നട്ടിരിക്കുകയാണ്. വോട്ട് പിടിക്കണം, വേറൊന്നുമില്ല. എങ്ങനെയെങ്കിലും 4 വോട്ട് മുസ്ലിംസിന് വാങ്ങുക. ഞാൻ പറയട്ടെ ഒരു കാര്യം. അതായത് അതായത് ഞങ്ങൾക്കാർക്കും അസഹിഷ്ണുതയില്ല. ഈ അസഹിഷ്ണുതയുടെ കാര്യം എന്താണ്? ഉള്ള കാര്യം ഞങ്ങൾ പറയുന്നോണ്ടാണ്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ ഏതെങ്കിലും തരത്തിൽ കപടമായ മുഖം വെച്ച് വോട്ട് ചോദിച്ച് ആ വോട്ട് ബാഗ് കണ്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്ത ശീലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ന്യൂനപക്ഷങ്ങൾക്കറിയാം ആരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളതെന്ന്. ഗുജറാത്ത് കലാപത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികൾ ഓടി വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തിലാണ്, നമ്മുടെ സുരക്ഷയിലാണ്. ഈ രാജ്യത്താകമാനം പലയിടത്തും വർഗീയ കലാപം ഉണ്ടായപ്പോ മുസഫർ നഗറിൽ ഉൾപ്പെടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവിടെ പോയി വീടെടുത്തു കൊടുത്ത് സുരക്ഷിതമായ ഭവനം നൽകിയത്.
ഇസ്ലാം മത വിശ്വാസികൾ അത് മാത്രല്ല ഇസ്ലാം മത വിശ്വാസികൾ മാത്രല്ല ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് വേട്ടയാടപ്പെടുമ്പോ അവരുടെ കൂടെ നിന്നിട്ടുള്ളത് ഒരേയൊരു പാർട്ടി മാത്രമാണ്, ഇന്റർനാഷണൽ കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. പക്ഷെ വിദ്വേഷത്തിനെതിരെ മാർച്ച് നടത്തിയ രാഹുൽ ഗാന്ധി. അരുൺ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇപ്പൊ യാത്ര നടത്തിയല്ലോ, ആ യാത്രയിൽ പോലും രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് എന്താണ്? എവിടെയാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുമോ? എവിടെ? വളരെ ന്യൂനപക്ഷമാണ്. എവിടെ? ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് വഞ്ചിക്കലാണ്. CPI യുടെ അഖിലേന്ത്യാ സെക്രട്ടറി D രാജ ഉൾപ്പെടെ